ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല പതയുള്ള ഡബിൾ ഷെയ്ഡ് സോപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ പേര് പറയാറുണ്ട് സോപ്പിന് കട്ടിയില്ല പതയില്ല എന്നുള്ളത്. നമ്മുടെ സോപ്പ് ബേസ് നല്ല ബേസാണ്, പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ്. ഈ സോപ്പ് ബേസ് വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെയ്താലാണ് നമുക്ക് പിന്നെയും സെയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് മെൽറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ പഴയ വീഡിയോസിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത്, ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ 2 മെഷർമെന്റ് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് 2 എണ്ണത്തിലേക്കും നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 ബേസിലേക്കും 300 വെച്ചിട്ടുള്ള ബേസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്തിട്ടുള്ള ബേസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ലാവൻഡറിന്റെ എസൻഷ്യൽ ഓയിലാണ് കേട്ടോ 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്, 2ലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 ml വെച്ചിട്ട് 2 കപ്പിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ml ആണ് കേട്ടോ 2ലേക്കും ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ യെല്ലോ കളർ ലെമണിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെമണിൻ്റെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ എക്സ്ട്രാക്റ്റും ആണ് കേട്ടോ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ലെമണിൻ്റെ എക്സ്ട്രാക്റ്റും ക്യാരറ്റിൻ്റെ എക്സ്ട്രാക്റ്റും ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലെമണിൻ്റെ യെല്ലോ കളറ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറാണ്, നല്ല സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ലെമണിൻ്റെ 2 വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ഉള്ളൂ വെച്ചെങ്കിൽ ഒരു 2 ഡ്രോപ്പ് ഓരോന്നിലേക്കും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടാബ്ലറ്റ് ആണുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2ലേക്കും നമുക്ക് 2 ടാബ്ലറ്റ് വീതം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ലെമണിൻ്റെ ഫ്രാഗ്രൻസും അതുപോലെ ക്യാരറ്റിന് ഞാൻ മസ്കിൻ്റെ ഫ്രാഗ്രൻസും ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലെമണിൻ്റെ ഫ്രാഗ്രൻസ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലെമണിൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടമാവുന്ന കളറാണ്. അപ്പോൾ കളർ കുറച്ച് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു 2 ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കളറ്. ഇനി നമുക്ക് മറ്റേതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് എടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും നമുക്ക് 2 ടാബ്ലറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്കുള്ള ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മോൾഡൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സോപ്പ് ബേസ് കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മോൾഡിലേക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കളർ ഞാൻ 2 ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഓറഞ്ച് കളറും യെല്ലോ കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ മോൾഡിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സോപ്പിൻ്റെ മോൾഡിലേക്ക് ബേസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ 2 സൈഡിൽ നിന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ ഒരു സൈഡിൽ നിന്നായിട്ട് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കല്ലേ ചെയ്യുക. ഇതെന്ന് വെച്ചാൽ 2 സൈഡിൽ നിന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പകുതി നമ്മുടെ സോപ്പ് ബേസ് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒഴിക്കുമ്പോൾ എപ്പോഴും പകുതിയായിട്ട് നമുക്ക് സോപ്പിനൊരു ഡിസൈൻ പോലെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിക്കാനായിട്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പുറത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. അത്രയും ഭംഗിയുള്ള അടിപൊളി സോപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേ കളർ സോപ്പിനെക്കാട്ടും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ വെച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ലപോലെ നമുക്ക് സെയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഓരോ സോപ്പ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്, പതയുണ്ടോ സോപ്പിന്, കട്ടിയുണ്ടോ സോപ്പിന് എന്നുള്ളത്. പത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല
രീതിയിൽ പതയും കട്ടിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലേക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പോസ്റ്റ് വഴി അല്ലെങ്കിൽ DTDC കൊറിയർ സെൻറ്റർ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.